ഈ ലോകത്ത് നിർവഹിക്കപ്പെടുന്ന അനേകം പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലേ, അതിലേറ്റവും മനോഹരമായത് എന്താണെന്നറിയാവോ? പ്രശ്നപരിഹാരം എന്നതാണത്. ഒരു പ്രയാസത്തിൽ അകപ്പെടുന്ന ആൾക്ക് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുകയോ ചെയ്യുക എന്നതാണത്. ചില കൂട്ടുകാരെ കണ്ടിട്ടില്ലേ, എന്ത് പ്രയാസം ഉണ്ടായാലും അവരോട് പറഞ്ഞാൽ മതി, അതിനൊരു ഉത്തരമുണ്ടാവും. അത് നിനക്ക് അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. ശരിയാണല്ലോ, ഇതെന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ഉദിച്ചില്ല എന്ന് നമുക്ക് തോന്നും. ഭയങ്കര ഹാപ്പിയായി കൈയൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുക, ചെയ്തു കൊടുക്കുക എന്നത് മനോഹരമായ കാര്യം തന്നെയല്ലേ. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. പഠിപ്പിക്കുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നത് ഒക്കെ ഒരു സഹായിക്കലാണ്. അവർക്ക് സ്വന്തമായി പഠിക്കാൻ പറ്റാത്തപ്പോൾ അവിടെ നമ്മൾ ഒരു കുട്ടിയെ സഹായിക്കുന്നു. ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങാൻ സാഹചര്യമില്ലാത്ത ഒരാൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവരുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ്. അതുപോലെ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ഉള്ളിലെ സ്കിൽ മനസ്സിലാക്കി അത് പുറത്തെടുക്കുവാൻ അവരെ സഹായിക്കുന്നത് അവരുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ്. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും നമ്മുടെ ഓരോ ജോലികളും പ്രവർത്തനങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. പക്ഷേ ഇത് നിർവഹിക്കുന്നത് ഒരു ബാധ്യതയായി കാണുന്നിടത്ത് അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും അതിൻ്റെ ഉള്ളിൽ ഒരു ആസ്വാദനമുണ്ട്. ആസ്വാദനത്തിന് പകരം ബാധ്യതയായി കാണുന്നിടത്ത് അത് നമുക്ക് ഒരു ദുരിതമായി തീരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മൾ ലോൺ എടുക്കാറുണ്ടല്ലോ, പക്ഷേ എടുക്കുന്ന അത്രയും താല്പര്യത്തോടെയാണോ നാം അത് അടച്ചു തീർക്കുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു തീർക്കണം, ഇത് വല്ലാത്തൊരു ബാധ്യതയായല്ലോ എന്ന ചിന്തയോടെയാണ് നാം അത് അടച്ചു തീർക്കുന്നത്. ഈ ഒരു മനോഭാവത്തോടെ ആകരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ജോലി, നമ്മുടെ ഉപജീവന മാർഗം ഒരു ബാധ്യതയായി കണ്ടാൽ നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെയും മറ്റുള്ളവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെങ്കിലും അതിൽ ഒരു ആനന്ദം കണ്ടെത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന വ്യക്തിയെ നമുക്കൊന്ന് ഓർക്കാം. അവർ നമ്മുടെ വിശപ്പിനുള്ള പരിഹാരവുമായിട്ടാണ് കടന്നു വരുന്നത്. നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതിന് പകരം നമുക്ക് ഏറ്റവും